ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്താ നിർത്തിയത്, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതാണല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹോട്ടലിൻ്റെ റോഡ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന അജയൻ ഹോട്ടലാണ് കേട്ടോ. നമ്മൾ ഹോട്ടലിന് പാർക്കിംഗ് സൗകര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെ പാർക്കിംഗ് സൗകര്യം അല്ലെങ്കിലും അവിടെ ഒരു ഓഡിറ്റോറിയം വരുന്നുണ്ട്. ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നല്ല പാർക്കിംഗ് സൗകര്യം വരുന്നുണ്ട് കേട്ടോ. അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായത്. നല്ല എന്താ പറയുക, കുറേ ആൾക്ക് വന്നാലും പാർക്കിങ്ങിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ഉള്ളോട്ടുള്ള റോഡാകുമ്പോൾ ചില ആൾക്കൊക്കെ ഡൗട്ടാണ് പാർക്കിംഗ് സൗകര്യം ഉണ്ടാവുമെന്ന്. അതിനൊന്നും വിഷമിക്കേണ്ട, നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെ വെച്ചിട്ടാണ് കഴിക്കാൻ പോയത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അവിടെ. എനിക്ക് എടുത്ത് പറയണം, നല്ല ഇഷ്ടമാണ്. ഞാൻ ചോറ് സ്വതവേ ചോറ് കഴിക്കാത്ത ഒരാളാണ്. പക്ഷെ എത്ര ചോറ് കഴിക്കാത്ത ആളായാലും ചോറിനോട് ഇഷ്ടമല്ലാത്ത ആൾക്കാരായാലും ഈ ഹോട്ടലിൽ പോയാൽ എന്തായിട്ടും ചോറ് കഴിക്കും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഓരോരോ കറിൻ്റെയും ടേസ്റ്റ്, പപ്പടത്തിന് വരെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്ന പോലെ അടുത്ത പപ്പടം വരെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പില്ലാത്ത പപ്പടം അത്രയ്ക്ക് ടേസ്റ്റില്ല, നല്ല ഊണായിരുന്നു കേട്ടോ. ആ ഊണ്, ചോറ് നല്ല ഓവർ വേവില്ലാത്ത എന്നാലൊട്ട് വേവാത്തയും അല്ലാത്തൊരു നല്ല ചോറ്. ആ ചോറ് എന്ത് പറയണ്ടേ, നമ്മൾ ആദ്യൻ്റെ ഉള്ളിലേക്ക് കയറട്ടിട്ട് എന്നിട്ട് നമ്മൾ ചോറിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അവൾ ചോദിച്ചുകൊണ്ടിരിക്കുകയെന്ന് പാങ്ങുണ്ടാവോ എന്നില്ലേൽ. അപ്പം അമ്മയുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ തിരക്കാണ്ട് കേട്ടോ. 2 ഇറക്കാകുമ്പോൾ വരുന്നു. ആ 2 ഇറക്ക് വരുമ്പോൾ ഇവിടുത്തെ തിരക്കും ഓക്കെ. ഇവിടെ ബിരിയാണി ഉണ്ട് കേട്ടോ. ബിരിയാണി നമ്മൾ കഴിച്ചിട്ട് എപ്പോൾ ബിരിയാണി കഴിക്കുന്നല്ല, നമുക്ക് ബിരിയാണിനോടൊന്നും താല്പര്യമില്ല. 2 ഇറക്കത്തെ തിരക്കാന്നില്ല. അപ്പം ഇങ്ങനെ ചിന്തിച്ച് നോക്കിയിട്ട് എത്രമാത്രം ടേസ്റ്റ് ഉണ്ടാകുന്നു. ഉച്ചക്ക് ഒരു ചോറിൻ്റെ സമയത്തുള്ള തിരക്കാന്നിത്. അത്രക്കും അവിടെ ആൾക്കാർ വരുന്ന ഒരു കടയാണ്. മുമ്പ് വന്നിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഞാൻ പ്രഗ്നൻസിയിൽ വന്നുകൊണ്ട് ഞാൻ നല്ലോണം ആസ്വദിച്ച് കഴിച്ചിട്ടില്ല. ആ കുറവെല്ലാം ഇപ്പം നികത്തിന് കേട്ടോ. ഫുള്ള് കഴിച്ചിന്. എൻ്റെ മാപ്പിള പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് അത്ര കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഇഷ്ടപ്പെട്ട കറിയും ഇഷ്ടപ്പെട്ട എല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം കഴിക്കും. അവർ ആദ്യം കൊടുത്ത ചോറ് തേയായിട്ട് പിന്നെയും വാങ്ങിച്ചിന്. പായസത്തിനെ പറ്റി പറയാനേ കഴിയുന്നില്ല. നമുക്ക് ഇപ്പം കാണുമ്പോൾ ഒന്നും കൂടെ പോയി തിന്നാൻ തോന്നുന്നു. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അടപ്രഥമനോട് എന്ത് ടേസ്റ്റ് ഉണ്ടായെന്ന് അറിയോ? ഇപ്പോൾ അവർക്ക് അമ്മൊന്നും ആക്കി ഇത്ര ടേസ്റ്റ് വരുന്നില്ലല്ലോ. ഇവർക്കൊരു വേറെ തന്നെ കൈപ്പുണ്യാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്നൊന്നും വിചാരിച്ചല്ല. അതാണെല്ലാം എന്താ പറയുക, ചെറിയ സൈസിൽ, നമുക്ക് മറ്റേ വലിയ സൈസിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വെച്ചാൽ നമ്മൾ ചുമ്മാ പോയി ഒരു ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി വീഡിയോ ഇടാമെന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടായതാണ്. അതൊക്കെ തിന്നുന്നാണ് നോക്കിയപ്പോൾ പിന്നെയും കൊതിയാണ്, പോകേണ്ടി വരും തോന്നുന്നു. നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. പിന്നെ മീനും ഉണ്ട് കേട്ടോ. നമ്മൾ മീൻ വാങ്ങിയിട്ടില്ല. നമ്മൾ വാങ്ങിയത് കോഴി വറവാണ്. മീൻ സ്വതവേ നമുക്ക് വലിയ കാര്യമല്ല മീൻ, പക്ഷെ നല്ല ടേസ്റ്റിൽ മീനാണെന്നാണ് കേട്ടോ പറയൽ. ഇവിടെ മസാല കാണുമ്പം തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ കോഴി വറവ് നല്ല വാങ്ങണ്ടായിന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം തിന്നിട്ട് കീന് നമുക്ക് ഉച്ചക്ക് വേറെയും കൂടെ ഷോപ്പിൽ പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോൾ ആരും ലൊക്കേഷൻ മറക്കണ്ട, നമ്മളെ ചെറുത്തൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സൈഡിലുള്ള റോഡാണ് കേട്ടോ അജയൻ ഹോട്ടൽ. നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഇനിയും വരണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഏതായാലും ചെറുത്തൂർ വന്നതല്ലേ, അപ്പം നിങ്ങൾക്ക് ക്രാഫ്റ്റിൻ്റെ ഒരു ഷോപ്പും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. നമ്മളെ മെയിൻ ലക്ഷ്യം തന്നെ എന്താണ്, ക്രാഫ്റ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള കടകൾ ഏതൊക്കെയാണെന്ന് റെക്കമെൻഡ് ചെയ്യലാണ് ഇപ്പം നമ്മളെ മെയിൻ ഹോബി. എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതാണല്ലോ. എനിക്ക് എന്താ ഇഷ്ടം, ഞാൻ ചെയ്യുന്നതേ മേഖല അതാണ്, ക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ എവിടെയാണ് ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടാൻ നോക്കൽ. റെസിൻ ആർട്ടിൻ്റെ ഓൾ മെറ്റീരിയൽസ് ഞാൻ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതും കൂടെ അങ്ങ് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ റെസിൻ ആർട്ടിൻ്റെ ഓൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ എനിക്ക് ക്രാഫ്റ്റിൻ്റെയും കൂടെ അത് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ അധികം ആൾക്കാരും ചോദിക്കേണ്ടത് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ കിട്ടലെന്ന്. അപ്പോഴാണ് ഞാൻ ഈ ഒരു ഇതായിട്ട് ഇറങ്ങിയത്. ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ അടുത്തെല്ലാം വരുന്നൊരു ഷോപ്പാണ്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ബോംബെ സ്റ്റാർ എന്നാണ്. നമ്മൾ ചെറുത്തൂരിലെ ആൾക്കാർക്കെല്ലാം സിമിലർ ആയിട്ട് വരുന്ന കടയായിരിക്കും. നമ്മളെടുത്ത ഇച്ചാൻ്റെ കസ്റ്റമർ സർവീസ് ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ടായിന്. ചില ഷോപ്പിലെല്ലാം പോയിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു മാതിരി കളിയായിരിക്കും. ഒരു നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളല്ലേ, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യലെല്ലാം കുറവായിരിക്കും. നമുക്ക് ഓരോന്ന് എടുത്തെടുത്ത് ഇയാൾ പറഞ്ഞിരുന്നുണ്ടായിന്. ഓഫറിൻ്റെതായാലും എല്ലാത്തിൻ്റെയും എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരുന്നതാണ്. എല്ലാ സാധനവും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും. ശരിയാണ്, അവരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷോപ്പിലേക്ക് വന്നാൽ എല്ലാവർക്കും മനസ്സിലാവും അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവർ തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്, പക്ഷെ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ
മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമുക്ക് സാധനങ്ങൾ കിട്ടുക. നമ്മൾ തന്നെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. പിന്നെ സ്കൂളത്തെ പിള്ളേർക്കെല്ലാം നല്ലൊരു ഇതാണ് കേട്ടോ. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വീഡിയോ വരെ എടുക്കേണ്ട ബാക്ക്ഗ്രൗണ്ട് വരെ ഇവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോലത്തെ ബിഗ്നേഴ്സിനെല്ലാം ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. നമ്മളെ മുമ്പ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒന്നും ഇല്ലാണ്ടിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ തന്നെ എല്ലാ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സെറ്റപ്പും ചെയ്ത് തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ടെൻഷനില്ല. പിന്നെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തിരിയും. ഞാൻ ഓരോന്ന് നോക്കി പറഞ്ഞിരുന്നതിനേക്കാൾ നല്ലത് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ട് എന്തെല്ലാം സാധനം ഉണ്ടെന്ന്. ബർത്ത്ഡേക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ടത് മുതൽ ഓൾ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഇതുവരെ കാണാത്ത ഐറ്റംസ് വരെ അവിടെയുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് എടുത്ത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് തന്നെ ക്ഷീണം പിടിക്കും. നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്തെല്ലാം സാധനമില്ലെന്ന്. എന്തായാലും വീഡിയോസൊക്കെ കൂടുതൽ നോക്കൽ ക്രാഫ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓരോരോ സാധനത്തിൻ്റെയൊക്കെ സേവ് ദ ഡേറ്റിനൊക്കെ വെക്കുന്ന ഓരോരോ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഹാമ്പേഴ്സ്, ആംബർ ബോക്സ്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ലേ, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ബോക്സും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഒരു വലിയ ബോക്സ് ഞാൻ കണ്ടു. ഞാൻ ഈ ബോക്സ് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത്ര വലിയ ബോക്സ് ഞാൻ വേറെ എവിടെ കണ്ടിട്ടില്ല. എത്ര ഉണ്ട് നോക്കിയാൽ. അങ്ങനെ കുറേ ബോക്സ് ഉണ്ട്. ഈ ബോക്സിനെല്ലാം നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഇവർ ഷിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓൾ ഇന്ത്യ ഇവർ ഷിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ലൊക്കേഷനിലുള്ള ആൾക്കാർക്കെല്ലാം ഈ പയ്യന്നൂർ, തളിപ്പറമ്പ് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കെല്ലാം ഇവർ ബസ് വഴി അയക്കുന്നുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം ബസ്സിന് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ കിട്ടുന്ന പോലെ അങ്ങനെയും അയക്കുന്നുണ്ട്. അക്രിലിക് കട്ടൗട്ട് ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബോക്സൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. അതിൻ്റെ മീത്തെ ഫോട്ടോ ഒക്കെ. പിന്നെ ഒരു എസ്തറ്റിക് വൈബുള്ള കുറേ സാധനങ്ങൾ അവിടെയുണ്ട്. ഫ്രെയിംസ് ആയാലും ത്രെഡ് ആയാലും എല്ലാ സാധനവും അവിടെ തന്നെ ഉണ്ട്. എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കുറച്ചൊന്ന് കണ്ടിട്ട് വാട്ടാ. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാണെങ്കിൽ അവിടെ നല്ല ഓഫർ പ്രൈസിന് ചോക്ലേറ്റ് എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. അതും ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല നല്ല ഇമ്പോർട്ടഡ് സാധനമാണ് അവിടെ ചോക്ലേറ്റ് എല്ലാം ഉള്ളത്. എല്ലാത്തിനും നല്ല ഓഫേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പ്രൈസാന്ന് കരുതിയിട്ട് ക്വാളിറ്റിക്കൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റാണ് അവിടെ വരുന്നത്. നല്ല എന്താ പറയണ്ടത്, ഇമ്പോർട്ടഡ് ചോക്ലേറ്റാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി. ഞാൻ 2-3 ചോക്ലേറ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് യൂസ് ചെയ്യാൻ. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ആവശ്യമല്ലേ, ഞാൻ കുറച്ച് വാങ്ങി വെക്കാറുണ്ട്. ഹാമ്പേഴ്സ് എല്ലാം ആക്കി കൊടുക്കാനൊക്കെ ഞാൻ ചോക്ലേറ്റൊക്കെ എടുത്ത് വെക്കാറുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. എനിക്ക് ഈ കപ്പ് നല്ലോണം ഇഷ്ടമായി കേട്ടോ. യൂണിക്കോണിൻ്റെ നല്ല കപ്പിയിലെല്ലാം വാങ്ങിയ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റും. എനിക്ക് ഒന്നുമില്ല, ഇതൊക്കെ ഷോക്ക് വെക്കാനേ പറ്റും. ഇതിലൊക്കെ കുടിക്കുമ്പം ഞാനൊന്നും എന്തായാലും കുടിക്കില്ല. ഞാൻ ഷോക്ക് വെക്കും പൊട്ടും വിചാരിച്ചിട്ട്. പിന്നെ അവിടെ ട്രോളി ബാഗ് ഉണ്ട് കേട്ടോ. നല്ല ട്രോളി ഹാമ്പർ ബോക്സ്, ട്രോളി ബാഗ് എല്ലാം അവിടെ അവൈലബിൾ ആണ്. ഞാൻ അവിടെയുള്ള ഓരോരോ പീസ് എടുത്ത് വെച്ചതാണ് കേട്ടോ. വലുത് ചെറുത് എല്ലാം ആയിട്ടുള്ള ബൊക്ക ഷീറ്റ് അവിടെ അവൈലബിൾ ആണ്. ബൊക്ക ഷീറ്റിൻ്റെ പല കളക്ഷൻസും ഉണ്ട്. അങ്ങേ തലോട്ട് ഇങ്ങേ തല വരെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഈ പെണ്ണ് എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ വന്നിട്ട് വോയിസ് ഓവർ എടുക്കുമ്പോഴത്തേക്ക് ഓള് പോയി. ഓളും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടായേനെ. പിന്നെ എസ്തറ്റിക് വൈബുള്ള പല അവിടെ അവൈലബിൾ ആണ്. ഇനിയെല്ലാം അവിടെ ഉണ്ട് എന്ന് പറയുന്നില്ല. എല്ലാം ഒന്ന് റോളായിട്ട് ഇങ്ങനെ കണ്ടിട്ട് പോവാം. നമുക്ക് എന്നിട്ട് കേക്കിൻ്റെ വീഡിയോയിലേക്ക് പോവാം. കേക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നിട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറം തന്നെ ഉള്ള ഷോപ്പാണ് കേട്ടോ. അടുത്ത് തന്നെ ഉള്ളത്. നട്ട്സിൻ്റെ എല്ലാം ഒരു കളക്ഷൻ തന്നെ ഉണ്ട്. അവിടുത്തെ എല്ലാം നട്ട്സൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ ഇന്നലെ നല്ല കച്ചവടം ഉണ്ടായാലും പോയെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നിറച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ലതുപോലെ അങ്ങ് എടുത്തിട്ട് വേഗം പോകാമെന്ന് കരുതി. എനിക്ക് ഈ കേക്കിനെ പറ്റിയിട്ടൊന്നും അത്ര വശമില്ല. ഇവിടെ വന്ന് കണ്ടേരം വിചാരിക്കുന്നു ഇത്ര എല്ലാ ഐറ്റംസ് കേക്കിന് യൂസ് ചെയ്യുമല്ലേ. എത്ര ഐറ്റംസ് കേക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നറിയില്ല. ഇതെല്ലാം സിലിക്കോൺ കപ്പ് മോഡലുള്ളതാണ്. ഇപ്പം നമുക്ക് ടീ കേക്കെല്ലാം കിട്ടുന്ന കണക്കത്തെ ആ ചെറിയൊരു കപ്പ് കേക്ക് കിട്ടുന്നില്ല. എനിക്കറിയില്ല കേക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നെല്ലാം കാണിച്ചു തരാം. അല്ലാണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാൻ അറിയില്ല. മുമ്പെല്ലാം ഞാൻ വിചാരിക്കരുത് ഷുഗർ പോളില്ലേ അതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ഷോക്ക് വെക്കുന്ന സാധനം മാത്രമാണല്ലോ. എനിക്ക് ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ല. നമ്മളെ ഈ
നമ്മൾ ബൊക്കയിലാക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യലുണ്ട് ഇത്. ഞാൻ വിചാരിച്ച ആദ്യം ഇതെല്ലാം പിഗ്മെൻ്റാണെന്ന്. കളർ പിഗ്മെൻറ്റ് ബോട്ടിൽ ആക്കി വെച്ച പോലെ ഉണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം എന്താ ഇപ്പോൾ പിഗ്മെൻറ്റാണ്. അപ്പോഴത്തേക്ക് ഈ കേക്കിനും കളറൊക്കെ ആക്കുന്നില്ല, അതിൻ്റെ ഓരോരോ ബ്രാൻഡഡ് സാധനമാണെന്ന് അവർ പറഞ്ഞത്. എല്ലാം നല്ല ഇമ്പോർട്ടഡ് സാധനമാണ് അവിടെ ഉള്ളതെല്ലാം. കേക്കിൻ്റെ ഒരു ലോകത്ത് പോയ പോലെ ഫീലാണ് നമുക്ക് ഉണ്ടായിന്. അത്രക്കും സാധനം നമ്മളെ ഈ ചെറുവത്തൂരുണ്ട് കേട്ടോ. ഞാനിന്ന് ചിന്തിക്കുന്നത് ചെറുവത്തൂർ ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നല്ലേ, എല്ലാം അവിടെ തന്നെ കിട്ടുന്നുണ്ട്. മുമ്പൊക്കെ പയ്യന്നൂർ കാനങ്ങാടൊക്കെ ആയിരുന്നു ഓരോരോ സാധനത്തിന് പോകേണ്ടി വരും. ഇപ്പം നമ്മൾ ചെറുവത്തൂർ തന്നെ ഇത്രയൊക്കെ സാധനങ്ങളുണ്ട് എന്ന് അറിയുമ്പോൾ എന്തോ ഒരു ഇത് കേട്ടോ. ഇനി ഈ ബോട്ടിലുണ്ടല്ലോ എനിക്ക് വേറെ എന്തോ ആണെന്ന് തോന്നിയത്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്നൊന്ന് പറയണേ. ഞാൻ പിന്നെ എൻ്റെ ഇപ്പുറത്തെ കൈമില്ലത് എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബാറ്. ഒരു മിൽക്കി ബാറിൻ്റെ ടേസ്റ്റാണ്. ഞാനത് വേഗം എടുത്ത് കൈ പിടിച്ചിന് മാണിക്കാൻ വിചാരിച്ചിട്ട്. കേക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം മനസ്സിലായി. എനിക്ക് കേക്കിനെ പറ്റി വല്ല വശമില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ല. കേക്ക് ആക്കുന്നത് മുതൽ കേക്ക് കളയേണ്ട കൊട്ട വരെ അവിടെ കിട്ടും. അത് പൈപ്പിങ് ഇതാന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് അത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാ സാധനവും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓൾ ഐറ്റംസ് കിട്ടുന്നുണ്ട്. കേക്ക് ആക്കേണ്ട പാത്രം, സിലിക്കോണിൻ്റെയൊക്കെ ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ട് അവിടെ. ചോക്ലേറ്റ് എല്ലാം ആക്കിയിട്ട് ഇടാനാന്ന് തോന്നുന്നു. ചോക്ലേറ്റ് ആക്കുന്നവർക്കുള്ള ഓരോരോ സിലിക്കോൺ മോൾഡ് കണക്കത്തെ സാധനമുണ്ട്. റെസിനൊക്കെ യൂസ് ചെയ്യുന്ന കണക്കത്തെ കുറച്ച് സാധനം അവിടെ കണ്ടിട്ടുണ്ടായി. ഇങ്ങനത്തെ കുറേ കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പല ഐറ്റംസും അവിടെ ഉണ്ട്. ചെറുവത്തൂർ പയ്യന്നൂർ നീലേശ്വര അടുത്തുള്ള ആൾക്കാർക്കെല്ലാം പറ്റിയൊരു ഷോപ്പാണ് തൃക്കരിപ്പൂരിലുള്ള ആൾക്കാർക്ക്. അപ്പോൾ എല്ലാവരും മറക്കാതെ പോയി ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഈ കേക്ക് ആക്കുന്നതൊക്കെ ഹാമ്പർ ആക്കുന്നതൊക്കെല്ലാം നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. ബോംബെ സ്റ്റാർ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കുക. എനിക്ക് കാര്യമായിട്ടൊന്നും വീഡിയോ എടുക്കാനൊന്നും അറിയില്ല, അറിയുന്ന പോലെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ തൃക്കരിപ്പൂരേക്ക് വെച്ച് പിടിക്കുകയാണ്. ചെറുവത്തൂരിൽ നിന്ന് അത് കഴിഞ്ഞ് തൃക്കരിപ്പൂരേക്ക് പോയതിന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തണം. കുട്ടികൾ 3:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ട് വരും. അതിനൊപ്പട്ടേ വീട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. വോയിസ് ഓവർ എടുക്കുമ്പോൾ മോള് ഭയങ്കര ഒച്ചപ്പാടാക്കുന്ന കേട്ടോ. ഓളെ മാറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല. അവിടുന്ന് നേരെ നമ്മൾ പോയത് ഷോപ്രിക്സിലേക്കാണ് കേട്ടോ. തൃക്കരിപ്പൂർ ഷോപ്രിക്സ് വന്ന് എത്ര ആൾക്കാർ അറിയാം? തൃക്കരിപ്പൂർ ഷോപ്രിക്സ് വന്നുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഉപകാരം ഉണ്ടായത് നമുക്കാണ്. അടുത്ത് തന്നെ ആയില്ല, ഉദിനൂരിൽ നിന്ന് തൃക്കരിപ്പൂരേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ. അപ്പോൾ ഷോപ്രിക്സിലേക്ക് പോയിട്ട് നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ, ആകെ പിള്ളേർക്ക് കുറച്ച് സാധനം വാങ്ങാനാണ് കയറിയത്. ലാസ്റ്റ് കയറുമ്പോഴത്തേക്ക് കാണുമ്പോൾ എല്ലാം വേണ്ടി. സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലില്ലാത്ത സാധനം നമുക്ക് ഓർത്തോർത്ത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ ചെയ്യുമ്പോൾ ബിസ്ക്കറ്റ് സെക്ഷനിലേക്കാണ്. ആടെ കണ്ണുമുക്കിൽ ബിസ്ക്കറ്റ് കാണുമ്പോൾ തന്നെ എനിക്കിതോ, ഞാനതിനങ്ങനെയാണ് പറയില്ല. പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങിച്ച്, ഫ്രൂട്ട്സ് വാങ്ങിച്ച് എല്ലാം കുറച്ചായിട്ട് വാങ്ങാൻ പറ്റി. ഇങ്ങനെ പോയി കഴിഞ്ഞാലെല്ലാം കാണുമ്പോൾ വേഗം എടുക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഓൾമോസ്റ്റ് കുറച്ച് സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിന്. ഇതൊക്കെ ബില്ലടിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ അനിയത്തിക്കുള്ളതാണ്. ലിപ്സ്റ്റിക് ഭ്രാന്തത്തിയോള് ഭയങ്കര ലിപ്സ്റ്റിക് ഭ്രാന്തത്തിയാണ്. ഫോണിലുള്ള ചെക്കനും ഉണ്ട് കേട്ടോ. ഓന് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ലിപ്സ്റ്റിക്കും വാങ്ങിച്ച് വന്ന്. പിന്നെ പ്രഹസനായിരുന്നു അവളത്, ഭയങ്കരമായിട്ട് ഇതാക്കി. പിന്നെ അവർ പിള്ളേരില്ലാണ്ട് വന്നാലേ ടോയ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് ടോയ്സ് നോക്കാൻ പറ്റും. നോക്കിയതേ ഉള്ളൂ, വാങ്ങിച്ചിട്ടില്ല. ഭയങ്കര പൈസയാണ്. 2 സാധനം വാങ്ങിക്കാൻ വന്ന ആൾ നമ്മൾ എത്ര സാധനം വാങ്ങിച്ചു നോക്കിയാൽ ബില്ലാണ്ട് ഞങ്ങൾക്ക് തന്നെ ഇതായി. അവിടെ നിന്ന് വേഗം ഇറങ്ങി കാറിൽ മൂപ്പര് പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ടാവും. വേഗം വിടാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെച്ചിട്ട് ഷോപ്രിക്സിൽ നിന്ന് ഇറങ്ങിയിട്ടാ. ഇനി അടുത്താഴ്ച തരാമെന്ന് പറഞ്ഞാൽ ഷോപ്രിക്സിൽ നിന്ന് ഇറങ്ങിയത്. ഒരു മാസത്തിൽ 2 തവണയെങ്കിലും നമുക്ക് ഷോപ്രിക്സ് വിസിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ നിന്ന് സാധനം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു റാഹത്താവില്ല. അപ്പം നമ്മളെ ചെറിയ വലിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതാണ്. ഇനി നമുക്ക് നീലേശ്വരം പയ്യന്നൂർ സെക്ഷനിലുള്ള ക്രാഫ്റ്റ് ഷോപ്പ് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അവിടെ പോയിട്ടുള്ള വീഡിയോ
ഞാൻ മറക്കാതെ വേഗം തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.